നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞതല്ലേ സത്യം നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്നോ ചോറിയാണെന്നോ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞോണ്ട് കാര്യമില്ല. ഇപ്പൊ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. നമ്മളെത്ര നടത്തിയിട്ട് നടക്കത്തില്ലെന്നോ? വിട്രേ ഒന്നും മിണ്ടാതിരിക്കെ. എന്താ ഹരീഷ് സാറെ കാര്യം? ശാലിനി മേഡം എന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ. പതിവ് കാര്യം തന്നെയാ. ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ. അയാൾക്ക് കൈമടക്ക് വേണമെന്ന്. എത്രയാള് ചോദിക്കുന്നേ? അത് 19,000 രൂപ വരും. പിള്ളേർക്കൊക്കെ ഇത്രയും ഗുണം കിട്ടുമ്പോഴേ എല്ലാവർക്കും കൂടെ പിരിവിട്ടങ്ങ് കൊടുത്തുകൂടെ എന്നാ അയാൾ ചോദിക്കുന്നത്. അതിനൊക്കെയുള്ള കാശ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ ഹരീഷ് സാറെ ശാലിനിമയുടെ ഈ പദ്ധതി തന്നെ ഉണ്ടാക്കിയത്? എനിക്കൊന്നും അറിയില്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇവനൊക്കെ കെട്ടിടം കെട്ടി AC-യുടെ ഫാനിന്റെ ചോട്ടിലിരിക്കുന്നത്. അവനെ ആ സജികുമാറിനെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഒന്നും നടക്കില്ലെന്ന്. ഞാനിപ്പോ കൊടുക്കാവനെ 50,000 കൊടുവ. വിക്ടറേ ഇങ്ങ് വന്നേ. എന്താ വിക്ടർ എന്താ ചെയ്യാൻ പോകുന്നേ? അവനെ ഇതിന്റെ അകത്തുനിന്നേ വലിച്ചു പുറത്ത് മുറ്റത്തിട്ട് 4 ചാമ്പ് ചാമ്പാൻ പോവാ. തുഴ പിടിക്കുന്ന കൈയുടെ ചൂട് അവൻ അറിയാൻ പാടില്ല. പദ്ധതി നടന്നില്ലെങ്കിൽ വേണ്ടാന്ന്. ഇനി അവൻ ആരോടും ഇത് ചെയ്യാൻ പാടില്ല. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല. മുമ്പറേ വിക്ടറേ എന്തോന്ന്? ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ അത്രയ്ക്ക് മോശക്കാരൊന്നുമല്ല. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞത് അവസാന വഴിയാ. ഇത് അങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്റെ ഒരു ഉറക്കായത് വിഷ്ണുട്ടാ ഇറങ്ങാനാ പറഞ്ഞേ. വിഷ്ണുട്ടാ എന്താ എന്താ വിഷ്ണുട്ടാ? എന്താ വിഷ്ണുട്ടാ? ശാലിനി, ജില്ലാ കളക്ടറെ IAS കാണാൻ വന്നല്ല ഞാൻ. എന്റെ ഈ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയെ, ശാരദാമ്മയുടെ മകൾ ശാലിനിയെ. വിഷ്ണുട്ടാ, കളക്ടറായിട്ടോ IAS കാര്യമായിട്ടാണോ ഞാൻ വിഷ്ണുട്ടന്റെ മുമ്പിൽ നിന്ന്? മിണ്ടരുത്, മിണ്ടിപ്പോരുത്. വിഷ്ണുട്ടാ ഞാൻ എന്താ? ശാലിനി, കളക്ടർ പട്ടം വെച്ചല്ല, അതിനേക്കാൾ മുകളിൽ അങ്ങേറ്റം മോശമായിട്ട് അയാളെന്നോട് പെരുമാറുന്നേ. ഇപ്പൊ ഈ നിമിഷം വരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ എന്ത് ചെയ്തെന്നാ?
ഇനിയും കാടും പടർപ്പ് തല്ലല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. 6 വർഷം മുമ്പ് നമ്മൾ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? അവസാനമായിട്ട് മനസ്സ് തുറന്ന് അന്ന് ജീവിതത്തിലെ അവസാനമായിട്ട് നമ്മൾ രണ്ടുപേരും മനസ്സുറന്ന് സംസാരിച്ച്. അതിനുശേഷം ഇയാൾ ഈ നാട്ടിലേക്ക് വന്നെങ്കിലും എന്നെ കബളിപ്പിച്ച് കുറെ നാൾ ഇയാൾ നടന്നു. ഞാനതും ക്ഷമിച്ചു, സഹിച്ചു. 6 വർഷം ഇയാളെ കാത്തിരുന്ന ഞാൻ ഒരു കാല് വന്ന നായെ പോലെ ഓടുന്നത് ഇയാൾ കണ്ടിരുന്ന നടിച്ചിട്ടും ഞാൻ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. അന്നും ഇന്നും ഇയാളെന്റെ മുന്നിൽ ഒരു മൂട് ഓടിട്ടിട്ടാ സംസാരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ആവശ്യമില്ലാത്തൊരു മൂടുപടം. ശരിയാണ്, ഇയാൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു. പക്ഷെ അതിനിടയിലും പരസ്പര വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അദൃശ്യമായ നൂല് നമുക്കിടയിൽ ഉണ്ടായിരുന്നെന്നാ ഞാൻ കരുതുന്നേ. ഇപ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അതാണെന്ന് പറഞ്ഞാൽ ഇയാളൊരു പക്ഷെ അത് വിശ്വസിക്കില്ല. പക്ഷെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നേരെ വരുന്ന ഒരു പരിഹാസ ചോദ്യമുണ്ട്. സത്യയെ സംബന്ധിച്ചുള്ള രഹസ്യം എന്താ? ഇയാളെ വിശ്വാസം അല്ലെങ്കിട്ടല്ല, സ്വപ്നത്തിൽ പോലും ഇയാൾക്ക് എന്നെ ചതിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഇയാൾ എന്നോട് അത് സംബന്ധിച്ചൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും ഇയാളോടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ജീവിച്ചു മരിക്കും. പക്ഷെ അമ്മയെ ബോധ്യപ്പെടുത്താൻ ഇയാൾ അതിനുള്ള മറുപടി പറഞ്ഞേ തീരൂ. ശാലി നോക്ക്, നമുക്ക് എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. നോക്ക്, ആ രഹസ്യം എന്നോട് തുറന്നു പറ. വിഷ്ണുട്ടാ, ഞാനത് പറഞ്ഞ വിഷ്ണുട്ടൻ കാർത്തികയെ ഉപേക്ഷിക്കോ? ശാലി, കാർത്തിക ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നേ. അത് പറ. അന്നത്തെ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയൊക്കെ സത്യമായിരുന്നെങ്കിൽ, ഒരു പ്രകടനം മാത്രമല്ലായിരുന്നെങ്കിൽ, ഇയാൾ ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള മറുപടി നൽകും. പറ ശാലി. ഇയാൾ അതിനുള്ള മറുപടി എന്നോട് പറഞ്ഞത്. വിഷ്ണുട്ടൻ, ഞാൻ പറഞ്ഞതല്ലേ. സത്യം നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്നോ? ഒരേ ചോറിയാണെന്നോ? അങ്ങനെ പറഞ്ഞൊഴിഞ്ഞോണ്ട് കാര്യമില്ല. ഇപ്പൊ പറ, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.